കാസർഗോഡ് ദേശീയപാത 66-ൽ പോത്തിൻകൂട്ടം ഇറങ്ങി എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ദേശീയപാത സുരക്ഷാ വിഭാഗവും അഗ്നിരക്ഷാ സേനയും ചേർന്ന് പോത്തുകളെ സർവീസ് റോഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. കാസർഗോഡ് ദേശീയപാത 66-ലാണ് പോത്തുകൾ കൂട്ടമായി റോഡിലേക്ക് ഇറങ്ങിയത്. എവിടേക്ക് കൊണ്ടുപോകുന്ന പോത്തുകളാണെന്നറിയില്ല. അതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് ലഭ്യമാകും. വാഹന ഗതാഗതം പിന്നീട് ഭാഗികമായി തടസ്സപ്പെടുകയായിരുന്നു. ദേശീയപാത സുരക്ഷാ വിഭാഗവും അഗ്നിരക്ഷാ സേനയും ഒക്കെ ചേർന്ന് നാട്ടുകാരുമൊക്കെ ചേർന്ന് പോത്തുകളെ സർവീസ് റോഡിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയാണ്. വാഹനങ്ങളൊക്കെ വരുന്ന ഇടമാണ്, അതുകൊണ്ട് സർവീസ് റോഡിലേക്ക് ഈ പോത്തുകളെ മാറ്റുക എന്നുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. അരുൺ, എന്താണ് സംഭവിച്ചത്? ഇത് എവിടേക്ക് കൊണ്ടുപോകുന്ന പോത്തുകളായിരുന്നു? അരുൺ പാറയ്ക്കൽ. റിജിത്ത്, മൊഗ്രാൽ ഭാഗത്ത് നിന്നാണ് ഈ പോത്തുകൾ NH-ലേക്ക് കയറിയതെന്നാണ് ഫയർഫോഴ്സ് സംഘം പറയുന്നത്. 12ഓളം പോത്തുകളുണ്ട്. ഇതെങ്ങനെയാണ് ഈ നാഷണൽ ഹൈവേ 66-ലേക്ക് എത്തിപ്പെട്ടതെന്ന് ഫയർഫോഴ്സ് സംഘത്തിന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഇപ്പോൾ മൊഗ്രാലിൽ നിന്ന് ഈ അണങ്കൂർ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ പോത്തുകളെ എത്തിച്ചിരിക്കുന്നത്. അണങ്കൂർ ഭാഗത്തേക്ക് ഈ 12 പോത്തുകളെയും കൊണ്ട് ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ പോലീസും NH-ലൂടെ തന്നെ എത്തിക്കുകയാണ്. താഴേക്ക് ഇറക്കാൻ വേറൊരു വഴിയില്ല, കാരണം ഒറ്റത്തൂൺ പാലമൊക്കെയാണ്. ആ പാലം കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ അണങ്കൂർ ഭാഗത്ത് ഒരു എൻട്രി ഉള്ളൂ, താഴേക്കുള്ള എൻട്രി ഉള്ളൂ. ആ ബൈപ്പാസിലൂടെ പോത്തുകളെ താഴേക്ക് ഇറക്കാം എന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് സംഘമുള്ളത്. പോത്തുകളെ താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. 12ഓളം പോത്തുകളുണ്ട്. ഈ പോത്തുകൾ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കയറിയതെന്ന് ആർക്കും അറിയില്ല, ഫയർഫോഴ്സ് സംഘത്തിനും അറിയില്ല. എവിടെ നിന്നുള്ള പോത്തുകളാണ് എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായില്ല. ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ആ പോത്തുകളെ ഈ പുറത്തേക്ക് താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് NH 66 മംഗലാപുരത്ത് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ദേശീയപാതയാണ്. ദേശീയപാതയിൽ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. വലിയ അപകട സാധ്യത ഉള്ള സാഹചര്യമുണ്ട്. ആ അപകടം ഒഴിവാക്കാനാണ് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ഈ പോത്തുകളെയൊക്കെ താഴേക്ക് ഇറക്കുന്നത്. ഇതാര് തുറന്നുവിട്ടു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും നിയമ നടപടി ഉണ്ടാവും. ഇതിൻ്റെ ഉടമസ്ഥർക്കെതിരെ കേസെടുക്കുമെന്ന കാര്യം പോലീസും അറിയിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുന്നൊരു പാതയാണ്. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 12 പോത്തുകളെയും കൊണ്ട് അണങ്കൂർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. താഴേക്ക് ബൈപ്പാസിൽ താഴേക്ക് ഇറക്കാനുള്ള, സർവീസ് റോഡിലേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമം ആണ് നടക്കുന്നത്. ഫയർഫോഴ്സ് സംഘവും ഫയർഫോഴ്സിൻ്റെ 2 വാഹനങ്ങളുണ്ട്, പോലീസിൻ്റെ വാഹനമുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ വാഹനങ്ങൾക്ക് അവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട്, അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങളെ അവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ പോത്തിനൊപ്പം തന്നെ നടക്കുന്നുണ്ട്. പോത്തുകളെ പയ്യാണ് പോത്തുകൾ ദേശീയപാതയിലൂടെ നടക്കുന്നത്. അതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടായ ഒരു കാര്യം. വാഹനങ്ങൾ അതിവേഗം വരുമ്പോൾ ഈ വളവുകളിലൊക്കെ, ഒറ്റത്തൂൺ പാലം കഴിഞ്ഞാൽ അണങ്കൂർ ഭാഗത്തേക്ക് ഒരു വലിയ വളവുണ്ട്. ആ വളവുകളിലൊക്കെ ഈ വാഹനങ്ങൾക്ക് പതുക്കെ വരാനൊരു സിഗ്നൽ നൽകണം. അതൊക്കെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ അണങ്കൂർ ഭാഗത്തേക്ക് ഈ പോത്തുകൾ എത്തിയിട്ടുണ്ട്. റീജിത്ത്, അൺപാറയ്ക്കൽ, ഇത് ഈ സമീപത്തുള്ള ആരെങ്കിലും വളർത്തുന്നതാവാം, മേയുന്നതിനിടയിൽ ഈ റോട്ടിലേക്ക് കയറിയതാകാം. അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ സംശയിക്കാൻ കഴിയുക. പക്ഷേ ഉടമകളാരും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു, അല്ലേ അരുൺപാറയ്ക്കൽ? റീജിത്തെ, ഉടമകൾ ആരും ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദിച്ചിരുന്നു, ഇത് എവിടെ നിന്നാണ് ഈ പോത്തുകൾ എത്തിയത്, ഇത് ആരുടെ പോത്തുകളാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർക്കാർക്കും അതിലൊരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. പോത്തുകൾ മൊഗ്രാൽ ഭാഗത്ത് നിന്നാണ് ഈ എൻട്രി വഴി, NH 66-ലേക്കുള്ള എൻട്രി വഴി മുകളിലേക്ക് കയറിയതെന്നാണ് ഫയർഫോഴ്സ്. ഈ വാഹന യാത്രക്കാരാണ്, ഈ അമിത വേഗതയിലെത്തിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ പോത്തുകളെ റോഡിലുടനീളം, ദേശീയപാതയിലുടനീളം പോത്തുകളെ കണ്ടപ്പോൾ അത് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി. മൊഗ്രാലിൽ നിന്ന് 2 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ അണങ്കൂർ ഭാഗത്തേക്ക്. ആ 2 കിലോമീറ്ററോളം ദൂരം വാഹനവും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി ഈ പോത്തുകളെയൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് അണങ്കൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിലേക്ക് ഇറക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ കൊണ്ടുവരികയാണ്. പക്ഷേ ഇതുവരെയും ഈ സർവീസ് റോഡിൽ അടുത്തേക്ക് എത്തിയിട്ടില്ല. ഇനി അല്പദൂരം മാത്രമാണ് ഈ എൻട്രിക്ക് അടുത്തേക്കുള്ളൂ. എന്തായാലും ഉടൻ തന്നെ താഴേക്ക് ഇറക്കും. ബൈപ്പാസിലേക്ക് കയറ്റി പോത്തുകളെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റും എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. 12ഓളം പോത്തുകളാണ് നിലവിലുള്ളത്.
അവർ പതുക്കെയാണ് ഈ പോത്തുകൾ നടക്കുന്നത് എന്നാണ് വലിയ പ്രതിസന്ധി. ഫയർഫോഴ്സിനും തലവേദന ഉണ്ടാക്കുന്നത് അതാണ്. വളവിൽ ഉൾപ്പെടെ അമിത വേഗതയിൽ വാഹനങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ, വലിയ വാഹനങ്ങളൊക്കെ തന്നെ താഴേക്ക് ഈ ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡ് വഴി ഈ സർവീസ് റോഡിലൂടെ കടത്തിവിടുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഭാഗത്തു കൂടി മാത്രം ഈ ദേശീയപാത 66 3 വരി പാത, അതിൽ ഒരു ഭാഗത്തുകൂടെ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഗതാഗതം തുറന്നു കൊടുത്തിട്ടുള്ളത്. ഈ പോത്തുകൾ ഇപ്പോൾ അണങ്കൂർ ഭാഗത്തേക്ക് സർവീസ് റോഡിന് അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ പോത്തുകൾ കയറിയത്, ഇത് ആരുടെ പോത്തുകളാണ് എന്ന കാര്യത്തിലൊരു വ്യക്തത വേണം. എന്തായാലും അന്വേഷണം ഉണ്ടാവും, നടപടി ഉണ്ടാവും. ഗതാഗത തടസ്സം സൃഷ്ടിച്ചു, അതുമാത്രമല്ല യാത്രക്കാരുടെ ഉൾപ്പെടെ ജീവന് അപകടമാവും വിധമുള്ള പോത്തുകളൊക്കെ വാഹനങ്ങളിൽ കൂട്ടമായി കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറുള്ളതാണ്. അങ്ങനെ ഈ വാഹനത്തിൽ നിന്ന് ചാടിയതൊന്നും അല്ലല്ലോ അല്ലേ റിജിത്ത്? വാഹനത്തിൽ നിന്ന് ചാടിയതല്ല എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മൊഗ്രാൽ ഭാഗത്തു നിന്ന് സർവീസ് റോഡിലൂടെ മുകളിലേക്ക് കയറിയതാണ് എന്ന ഒരു നിഗമനത്തിലാണിപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമുള്ളത്. അവിടെ നിന്ന് ഈ പോത്തുകളെ പിന്നീട് താഴേക്ക് ഇറക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. അതാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിക്ക് കാരണമായത്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമുക്കിപ്പോൾ ചേരുകയാണ്. സാർ, ഇത് എവിടെ നിന്ന് കയറിയതാ? ഇത് അടുക്കത്ത് വയലെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ അനുമാനിക്കുന്നു. അപ്പോൾ നമ്മളൊരു വഴിയാത്രക്കാരനാണ് നമ്മളോട് പറഞ്ഞത്, ഇങ്ങനെ സാറേ പോത്തുകൾ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്, ഫയർഫോഴ്സിൻ്റെ സേവനമാണെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളത് കേട്ട് നമ്മളവിടെ ഈ ചൂരി ഏരിയാലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടുന്ന് ഞങ്ങൾ വണ്ടിയായിട്ട് നേരെ വന്നു. പോത്തിനെ അനുവദിച്ച് നമ്മളെ ഇവിടെ അണങ്കൂർ അപ്രോച്ച് റോഡിലേക്ക് ഇറക്കേണ്ട പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരുടെ ഉടമസ്ഥയിലുള്ള പോത്തുകളാണ്? ആരെയെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എനിക്കൊന്ന് ഇറക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് അനുമാനിക്കുന്നത്. കൃത്യമായിട്ടൊന്നും നമ്മൾ വ്യക്തമായിട്ട് അറിയില്ല. എവിടുന്ന ഈ മൊഗ്രാൽ ഭാഗത്ത് നിന്ന് ഹൈവേക്ക് കയറിയതാണ്? മൊഗ്രാൽ അടുക്കത്ത് വയൽ അവിടെ നിന്നാണെന്ന് തോന്നുന്നത്. ഏകദേശം ഇവിടത്തേക്ക് ഒരു 3 കിലോമീറ്ററോളമായി ഇപ്പോൾ നമ്മൾ ഇതിനെ നടത്തിക്കൊണ്ട് വരികയാണ്. അപ്പം ഈ പറഞ്ഞല്ലോ ഇവിടുന്ന് അണങ്കൂർ അപകട സാധ്യത നിലനിൽക്കുന്ന അപകട സാധ്യതയുണ്ട്. ഹൈവേയിലേക്ക് റോഡ് ഹൈ സ്പീഡിൽ വരുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ ഫയർഫോഴ്സുകാരെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് പോത്തിനെ സൈഡിലോട്ട് ഓരം ചേർന്ന് കൊണ്ടുപോകേണ്ട പരിപാടിയാണ്. റിജിത്ത്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ ഈ റോഡിന് സൈഡിലൂടെ പോത്തുകളെ താഴേക്ക് ഇറക്കാനുള്ള, സർവീസ് റോഡിലേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അടുക്കത്ത് വയൽ ഭാഗത്തു നിന്നാണ് ഈ പോത്തുകൾ എത്തിയതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇപ്പോൾ NH-66 ഈ ഭാഗത്തേക്ക് NH-66 അണങ്കൂർ ഭാഗത്തേക്ക് ഈ പോത്തുകളെ എത്തിച്ചിട്ടുണ്ട്. ഇനി താഴേക്ക് ഇറക്കണം, സർവീസ് റോഡിലൂടെ താഴേക്ക് ഇറക്കണം. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗതാഗത തടസ്സമുണ്ടായി എന്ന് മാത്രമല്ല, യാത്രക്കാരുടെ ജീവന് അപകടം ഉണ്ടാക്കുന്ന വിധത്തിലായിരുന്നു ഈ പോത്തുകളുടെ ഒരു സഞ്ചാരമുണ്ടായത്. ഇപ്പോൾ അണങ്കൂർ ഭാഗത്തേക്ക് പോത്തുകളെ എത്തിച്ചിട്ടുണ്ട്. ഇനി സർവീസ് റോഡിലൂടെ താഴേക്ക് ഇറക്കിയതിന് ശേഷം മാത്രമായിരിക്കും സുരക്ഷിതമായൊരു കേന്ദ്രത്തിലേക്ക് ഈ പോത്തുകളെ മാറ്റുക. അതിനുശേഷം ഇത് എവിടെ നിന്ന് എത്തിയതാണ്, ആരുടെ പോത്തുകളാണ് എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത ഉണ്ടാവണം. എന്തായാലും നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഫയർഫോഴ്സും പോലീസും ഒക്കെ പറയുന്നത്. റീജിത്ത്, ശരി, ദേശീയപാതയിൽ നിന്ന് ഈ പോത്തുകളെ മാറ്റുകയാണ്. 12 പോത്തുകളാണ് ദേശീയപാത 66 ഇറങ്ങിയത്. വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി അവയെ ദേശീയപാതയിൽ നിന്ന് മാറ്റുകയാണ്. മൊഗ്രാൽ ഭാഗത്ത് നിന്ന്, അവിടെയുള്ളൊരു വയലിൽ നിന്ന് കയറി വന്നതാണ് എന്നാണ് നാട്ടുകാരൊക്കെ സംശയിക്കുന്നത്. ഇതിൻ്റെ ഉടമകൾ ആരാണ് എന്നത് സംബന്ധിച്ച് അറിയില്ല. എന്തായാലും ഇതുവരെ ആരും ബന്ധപ്പെട്ടിട്ടുമില്ല. ഇപ്പോഴെന്തായാലും ദേശീയപാതയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ഒക്കെ ചേർന്ന് പോത്തുകളെ സർവീസ് റോഡിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അരുൺ പാറയ്ക്കൽ സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.